സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം. പരസ്യ പ്രചാരണം വൈകുന്നേരം 6 മണിക്ക് ഇന്ന് അവസാനിക്കും. പ്രചാരണത്തിന്റെ അവസാന ദിവസം കൊട്ടിക്കലാശത്തോടെ ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് മുന്നണികളെല്ലാം. കേരളം മറ്റന്നാൾ പോളിംഗ് ബൂത്തിൽ എത്തുകയാണ്. സംസ്ഥാനത്ത് 2500 പ്രശ്ന സാധ്യതാ പോളിംഗ് ബൂത്തുകൾ ഉണ്ടെന്നാണ് കണക്ക്. സംസ്ഥാനത്ത് 25 ദിവസം നീണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ഇന്ന് വൈകുന്നേരം കൊടിയിറങ്ങുകയാണ്. വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കുന്ന പരസ്യ പ്രചരണത്തോടുകൂടി തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾ തെരുവുകളിൽ നീങ്ങും. നാളെ ഒരു ദിവസം നിശബ്ദ പ്രചരണമാണ്. 9-ാം തീയതി കേരളം നിർണായകമായ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് സംവിധാന അവകാശം രേഖപ്പെടുത്താനായി പോളിംഗ് ബൂത്തിലേക്ക് പോകും. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള ആവേശകരമായ പ്രചരണമാണ് നടന്നത്. LDF-ഉം UDF-ഉം NDA-യും തങ്ങളുടെ ശക്തി തെളിയിക്കാൻ പോകുന്ന തരത്തിലുള്ള പ്രചരണം 140 മണ്ഡലങ്ങളിലും അഴിച്ചുവിട്ടപ്പോൾ അത് കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ആവേശത്തിരയിലാഴ്ത്തിയെന്ന് പറയേണ്ടി വരും. അത്രയ്ക്ക് വലിയ ആവേശമായിരുന്നു ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെമ്പാടും നമ്മൾ കണ്ടത്. ശക്തമായ പോരാട്ടത്തിൽ ഭരണം നിലനിർത്താനാണ് LDF-ന്റെ ശ്രമം. എന്നാൽ 10 കൊല്ലത്തെ അധികാര നഷ്ടം നികത്തിക്കൊണ്ട് അധികാരത്തിലേക്ക് തിരിച്ചു കയറാൻ UDF-ഉം കിടഞ്ഞു പരിശ്രമിക്കുന്നു. NDA ആകട്ടെ തങ്ങളുടെ സംസ്ഥാനത്തെ സാന്നിധ്യം ശക്തമായി ഉറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. NDA-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുവെന്ന പ്രത്യേകത കൂടി ഇത്തവണയുണ്ട്. അങ്ങനെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് 3 മുന്നണികളും നീങ്ങുന്നത്. തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന്റെ സമാപനം ഗംഭീരമാക്കാൻ എല്ലാ മുന്നണികളും ഒരുങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരത്ത് പൊതുകേന്ദ്രത്തിൽ ഈ കൊട്ടിക്കലാശം ഉണ്ടാകും. ഒപ്പം തന്നെ എല്ലാ മണ്ഡലങ്ങളിലും പ്രത്യേക കേന്ദ്രങ്ങളിൽ കൊട്ടിക്കലാശം ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഈ കൊട്ടിക്കലാശം ഏറ്റവും ആവേശകരമായി നടക്കുന്നത് തിരുവനന്തപുരം പേരൂർക്കട ജംഗ്ഷനിലാണ്. അവിടെ ആയിരിക്കും പ്രധാനപ്പെട്ട മുന്നണികളുടെ കൊട്ടിക്കലാശം ഉണ്ടാകുക. അവിടെ വട്ടിയൂർക്കാവ് മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ K. മുരളീധരനും VK പ്രശാന്തും RSകിലേക്കും ഒക്കെ തന്നെ അവരുടെ സാന്നിധ്യം ഉണ്ടാകും. അത്രയ്ക്ക് ആവേശകരമായ ഒരു കാഴ്ചയായിരിക്കും ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും കൊട്ടിക്കലാശം ആവേശകരമാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങിക്കഴിഞ്ഞു. രാവിലെ ഏതാണ്ട് വെളുപ്പിനെ മുതൽ തന്നെ അനൗൺസ്മെന്റ് വാഹനങ്ങൾ കൊണ്ട് നഗരവീഥികൾ നിറഞ്ഞു.